ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളുടെ ഉയരം പരിശോധിച്ചാൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉയരം കൊണ്ട് ടോപ്പ് 10 ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുൻപ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത എന്നാൽ പ്രമുഖരായ 5 ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുന്നിമണിക്കുന്നിലേ തെന്നലിങ്ങ് വന്നുവോ നിന്നു 15ാം സ്ഥാനത്ത് തിരുവാരാട്ടുകാവ് കാളിദാസനാണ്. വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ കാളിദാസന്റെ പേരും പ്രശസ്തിയും കേരളത്തിലെ എല്ലായിടത്തും എത്തിയിട്ട്. 10 അടിക്കടുത്ത് ഉയരവും കരിങ്കറുപ്പ് നിറവുമുള്ള കാളിദാസന് സീസണിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ മാത്രമല്ല പുറമേയുള്ള ക്ഷേത്ര കമ്മിറ്റിക്കാരും കാളിദാസനെ അവരവരുടെ തട്ടകത്തിലെത്തിക്കാൻ മത്സരമാണ്. പതിനാലാം സ്ഥാനത്ത് പാപ്പാലപ്പറമ്പിൽ പുതുപ്പള്ളി പോത്തൻ വർഗീസ് അച്ചായന്റെ ഗജസേനയിലെ രണ്ടാമനായ പുതുപ്പള്ളി സാധു എന്ന ഉയരക്കേമനാണ്. കേരളത്തിലെ 1ാം നിര ആനകളിൽ ഒരുവനായ പുതുപ്പള്ളി കേശവനൊപ്പം ഉയരം കൊണ്ടും അഴകുകൊണ്ടും മുന്നിട്ട് നിൽക്കുന്നവനാണ് സാധു. സീസണിൽ വളരെയധികം ആവശ്യക്കാരുള്ള ആനയായ സാധുവിനെ സ്വന്തമാക്കാൻ 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും. കടൽ കടന്ന് തങ്കലങ്കയിൽ ദൂരപ്പടക്കുടിയിൽ സേനാപതി സൂര്യ 13ാം സ്ഥാനത്ത് മംഗലാംകുന്ന് ശരണയ്യപ്പനാണുള്ളത്. പ്രായം 50 കഴിഞ്ഞെങ്കിലും 10 അടിക്കടുത്ത് ഉയരവും അസാധ്യ തലയെടുപ്പുമുള്ള ശരണയ്യപ്പന്റെ നിലവ് ആരെയും ആകർഷിക്കുന്നതാണ്. ഒരു കാലത്ത് ചട്ടമ്പി എന്ന പേര് കേൾപ്പിച്ച ശരണയ്യപ്പൻ എന്ന കൊമ്പൻ ഇന്ന് സമാധാനത്തിന്റെ പാതയിലാണ്. പന്ത്രണ്ടാം സ്ഥാനത്ത് ഊട്ടോളി രാമനാണ്. ഒറ്റ നോട്ടത്തിൽ തൃക്കടവൂർ ശിവരാജുവുമായി വളരെയധികം സാമ്യമുള്ള രാമൻ ഭാവിയിൽ കേരളത്തിലെ ആനകളിൽ ഉയരം കൊണ്ട് ആദ്യത്തെ 10 സ്ഥാനങ്ങളിലൊന്നിൽ ഇടം പിടിക്കുമെന്നതിൽ സംശയമില്ല. പതിനൊന്നാം സ്ഥാനത്തുള്ള അമ്പാടി ബാലനാരായണൻ എന്ന യുവ ഗജരാജാവിനെ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ ഉയരം കൊണ്ട് ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും നല്ല തലയെടുപ്പ് കൊണ്ടും പ്രായത്തിന്റെ ഇളവ് കൊണ്ടും ഭാവിയിൽ കേരളത്തിലെ ആനകളിൽ ഉയരം കൊണ്ട് ആദ്യത്തെ 10 സ്ഥാനങ്ങളിലൊന്നിൽ ഇവന്റെ പേര് കാണുമെന്നതിൽ സംശയമില്ല. സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ഊട്ടോളി അനന്തനാണ്. ഏകദേശം 307 സെന്റിമീറ്റർ ഉയരമുള്ള ഊട്ടോളി അനന്തന് ഇപ്പോൾ പ്രായം 50 വയസ്സിന് മുകളിലുണ്ടെങ്കിലും നല്ല ആരോഗ്യവും തലയെടുപ്പുമുള്ള അനന്തൻ പൂരപ്പറമ്പുകളിൽ സജീവമാണ്. അപ്രവചനീയ സ്വഭാവമുള്ള അനന്തന്റെ ഇടയ്ക്കിടെയുള്ള ഇടഞ്ഞോട്ടമൊഴിച്ചാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടൻ ആനകളിൽ മുൻപന്തിയിലാണ് അനന്തന്റെ സ്ഥാനം. ഉയരം കൂടിയ ആനകളുടെ മുൻവർഷങ്ങളിലെ കണക്കെടുപ്പിൽ ആദ്യത്തെ 7 ആനകളിൽ സ്ഥാനമുണ്ടായിരുന്ന മംഗലാംകുന്ന് അയ്യപ്പൻ എന്ന കൊമ്പൻ ഈ ലിസ്റ്റിൽ 9ാം സ്ഥാനത്താണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിലും ആരെയും ആകർഷിക്കുന്ന അഴകും 10 അടിക്ക് മുകളിൽ ഉയരവും അയ്യപ്പനെ മറ്റുള്ള ആനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി നീ കേരളത്തിലെ ഉയരം കൂടിയ ആനകളുടെ കണക്കെടുപ്പിൽ
ആദ്യത്തെ 5 ആനകളിലൊന്നായിരുന്ന പാമ്പാടി രാജൻ ഈ ലിസ്റ്റിൽ 8ാം സ്ഥാനത്താണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ആനകളിൽ ഒന്നാമനാണ് രാജൻ. ഗജലക്ഷണ ശാസ്ത്രപ്രകാരമുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആനയായ രാജന് പകരം വെക്കാൻ മറ്റൊരാന ഇന്ന് കേരളത്തിലില്ല. ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന ഒറ്റക്കൊമ്പൻ ആനയാണ് ഊക്കൻസ് കുഞ്ചു. മംഗലാം കുന്നക്കർണൻ എന്ന ഗജ ഇതിഹാസം മൺമറഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് ആനപ്രേമികൾ നോക്കിക്കാണുന്ന ആനയാണ് ഊക്കൻസ് കുഞ്ചു. ഇന്ന് ആരെയും ആകർഷിക്കുന്ന ഈ 10 ആനയ്ക്ക് സീസണിൽ ആവശ്യക്കാർ ഏറെയാണ്. ഭാവിയിലെ മത്സരപൂരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനകളിൽ ഒരുവനാകും കുഞ്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൾ. മുൻപത്തെ വർഷങ്ങളെപ്പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ പുതുപ്പള്ളി കേശവൻ 6ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് അച്ചായന്റെ ഗജസേനയിലെ ഒന്നാമനായ കേശവന് സീസണിൽ ആവശ്യക്കാർ ഏറെയാണ്. ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യവും മികച്ച തലയെടുപ്പും 10 അടിക്ക് മുകളിൽ ഉയരവുമുള്ള കേശവൻ ഇന്ന് കേരളത്തിലെ 1ാം നിര ആനകളിൽ ഒരുവനാണ്. വർഷത്തെ വനവാസത്തിനു ശേഷം സാരഥി ബൈജുവിന്റെ കയ്യും പിടിച്ച് പുന്നത്തൂർ ആനക്കൊട്ടയ്ക്ക് പുറത്തുവന്ന ഗുരുവായൂരപ്പന്റെ ഗജപ്രമുഖൻ ഒറ്റക്കൊമ്പൻ ഗുരുവായൂർ രാജശേഖരൻ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. ഇതുവരെ രാജശേഖരന്റെ ഉയരം അളന്നിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ സീസണിൽ ആന കേരളത്തിന്റെ ഉയരക്കേമന്മാരെയെല്ലാം തന്റെ ഉയരപ്പെരുമ കൊണ്ട് മുട്ടുകുത്തിച്ച രാജശേഖരന് ആരാധകർ ഏറെയാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ പ്രായം കുറഞ്ഞതും അത്ഭുതകരമായ വളർച്ചയുമുള്ള ആനക്കുട്ടിയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. ഗജസൗന്ദര്യത്തിന്റെ അളവുകോൽ മാറ്റിവെച്ച് ഉയരപ്പെരുമയുടെ വീരേതിഹാസങ്ങൾ നെഞ്ചിലേറ്റിയ മലയാളിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ആനയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. ഭാവിയിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെയും ചിറക്കൽ കാളിദാസന്റെയും പിൻഗാമിയായി ആന കേരളത്തിന്റെ ഉയരക്കൊടുമുടിയാകാൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണന് സാധിക്കും. ദേശങ്കി നാടിന്റെ വീരപുത്രൻ, 8 കരകൾക്കും നാഥനായ തൃക്കടവൂരപ്പന്റെ പ്രിയപുത്രൻ ഗജരാജ മന്നാടിയാർ തൃക്കടവൂർ ശിവരാജുവാണ് ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത്. പ്രായം 50നോടടുത്തെങ്കിലും ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനും ഇനിയും ഉയരം വയ്ക്കുവാൻ സാധ്യതയുമുള്ള ശിവരാജു ഭാവിയിലെ ഉയരക്കൊടുമുടിയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരേയൊരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് കേരളത്തിലെ ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ വർഷം വരെ കേരളത്തിലെ ആനകളിൽ ഉയരം കൊണ്ട് 1ാം സ്ഥാനം അലങ്കരിച്ചിരുന്ന രാമചന്ദ്രനെ മറികടന്ന് ചിറക്കൽ കാളിദാസൻ 1ാമതായെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഏറ്റവും കൂടുതൽ ഏക്കത്തുക ലഭിക്കുന്നതുമായ ആന രാമചന്ദ്രൻ തന്നെയായിരിക്കും. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. മുൻവർഷങ്ങളിൽ നടന്ന ആനകളുടെ അളവെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തിയത് ചിറക്കൽ ഭഗവതി മകൻ ചിറക്കൽ കാളിദാസനാണ്.
പ്രായത്തിന്റെ ആനുകൂല്യവും വളർച്ചയുള്ള ശരീരഘടനയും കാളിദാസന് അനുകൂലമാണ്. ഉയരം കൊണ്ട് വമ്പനായ കാളിദാസന് തൊട്ടുപിറകെ നന്ദിലത്ത് ഗോപാലകൃഷ്ണനെയും കുഞ്ചുവിനെയും പോലെയുള്ള ആനകളുണ്ടെങ്കിലും അടുത്ത കുറച്ചു വർഷങ്ങൾ കാളിദാസന്റെ തേരോട്ടത്തിനായിരിക്കും ആനകേരളം സാക്ഷ്യം വഹിക്കുക.